കൂട്ടുകാരെന്ന് നമ്മൾ വന്നിട്ടുള്ളത് മലപ്പുറം ജില്ലയിലെ മഞ്ചേരിയിലാണ്. മഞ്ചേരി 8 ഫീറ്റ് അലുമിനിയം ഡിഷ് ആൻറ്റിന സർവീസ് ചെയ്യാൻ വന്നിരിക്കുകയാണ്. നമ്മളിന്ന് വീഡിയോയിൽ കാണുന്ന ഈ ഡിഷ് ആൻറ്റിന പഴയ ഒരു ഡിഷ് ആൻറ്റിന ആയിരുന്നു. ഇത് കസ്റ്റമർ തന്നെ വാങ്ങി പെയിൻറ്റ് ചെയ്ത് ഫിക്സ് ചെയ്തിരിക്കുകയാണ്. ഇത് കസ്റ്റമർ വാങ്ങിച്ച ഉടനെ തന്നെ എനിക്ക് ഫോട്ടോ അയച്ചു തന്നിരുന്നു. നല്ല ഫിനിഷിംഗ് ഉള്ള ഒരു ഡിഷ് ആൻറ്റിന ആയത് കാരണം ഇത് ഒഴിവാക്കിയില്ല. അദ്ദേഹം തന്നെ ഇതിൻ്റെ സ്റ്റാൻഡൊക്കെ ഫിറ്റ് ചെയ്ത് സിഗ്നൽ കറക്റ്റ് ചെയ്യുന്നതിന് വേണ്ടി എന്നെ വിളിക്കുകയാണ് ഉണ്ടായത്. ഇത് ഓടിട്ട വീടാണ്. അപ്പോൾ ഓട് ഇട്ട ആളുകൾക്കും ഇതുപോലെ ഫിറ്റ് ചെയ്യാം എന്ന് നിങ്ങൾക്ക് ചെറുതായിട്ടൊന്ന് കാണിച്ചു തരാം. ഇതുപോലെ 2 ഇഞ്ചിൻ്റെ പൈപ്പ് ഓടിന് ഹോളിട്ടിട്ട് ഇതുപോലെ സപ്പോർട്ടും അതുപോലെ അടിഭാഗത്ത് ഇതിൻ്റെ ബേസും ഉറപ്പിച്ചുകൊണ്ടാണ് നിർത്തിയിട്ടുള്ളത്. നമ്മൾ സാധാരണ ഫിറ്റ് ചെയ്യുന്ന സ്റ്റാൻഡ് ഒഴിവാക്കിയിട്ട് ഇതുപോലെ ഹൈറ്റ് കൂടിയ പൈപ്പിൽ ഫിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇന്ന് നമ്മൾ ഇൻ്റൽസാറ്റ് 66 മലയാളം ചാനലുകളാണ് പ്രധാനമായും ഇവർക്ക് ആവശ്യം. അപ്പോൾ ഇൻ്റൽസാറ്റ് 66 വേണ്ടിയിട്ട് LNB ഉപയോഗിച്ചിരിക്കുന്നത് സോളിഡിൻ്റെ 5G ഫിൽറ്റർ LNB ആണ്. സിംഗിൾ സൊല്യൂഷൻ LNB ആണ്. സിംഗിൾ സൊല്യൂഷൻ LNBകളെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ വീഡിയോകളിലൊക്കെ പരാമർശിച്ചിട്ടുണ്ട്. സിംഗിൾ സൊല്യൂഷൻ LNB നമുക്ക് എത്ര റിസീവറുകളിലേക്കും എത്ര റൂമുകളിലേക്കും വീടുകളിലേക്കൊക്കെ ഔട്ട് എടുക്കാവുന്ന കണക്ഷൻ എടുക്കാവുന്ന LNBകളാണ് സിംഗിൾ സൊല്യൂഷൻ LNB. ഇതുപോലെ ഓടിട്ട വീടുകളിലൊക്കെ ഫിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിപ്പോൾ ഡിഷ് ആൻറ്റിന നമുക്ക് LNB ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഓടിൽ ചവിട്ടി നിന്നിട്ട് അല്ലെങ്കിൽ ഓടിൽ ഇരുന്നിട്ട് വേണം നമ്മൾ LNB അഡ്ജസ്റ്റ് ചെയ്യാനും. ഡിഷ് താഴ്ത്തുമ്പോൾ LNB അഡ്ജസ്റ്റ് ചെയ്ത് ഓരോ മാക്സിമം സിഗ്നൽ ട്രാക്ക് ചെയ്യുന്ന രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. എന്തായാലും ഇത് ചെയ്തതിന് നല്ലൊരു ഫലം കിട്ടിയിട്ടുണ്ട്. 8 അടിയിൽ 8 ഫീറ്റിൽ കിട്ടാവുന്ന മാക്സിമം സിഗ്നൽ കിട്ടിയിട്ടുണ്ട്. പിന്നെ C ബാൻഡ് ഇപ്പോഴും ആളുകൾ ഉപയോഗിക്കുന്നു എന്നുള്ളതിന് കാരണം നമുക്ക് ഫ്രീ ആയിട്ട് 22ഓളം ഇതിൽ നമുക്കിപ്പോൾ 23 മലയാളം ചാനലാണ് ട്യൂണായി വന്നിട്ടുള്ളത്. ഞാൻ നിങ്ങൾക്ക് ഇതിലിപ്പോൾ നിലവിൽ നമുക്ക് ട്യൂണായിട്ടുള്ള മുഴുവൻ മലയാളം ചാനലുകളും ഒന്ന് കാണിക്കാം. നിങ്ങളും ഇതുപോലെ C ബാൻഡ് ഡിഷ് നോക്കുന്ന ആളാണെങ്കിൽ, കാണാൻ താല്പര്യമുള്ള ആളാണെങ്കിൽ കഴിയുന്നതും 8 ഫീറ്റ് 8 അടി അല്ലെങ്കിൽ 10 അടിക്ക് മുകളിലുള്ള 8 അടിയോ 10 അടിയോ സൈസിലുള്ള ഡിഷുകൾ നോക്കുക. അലുമിനിയം ഡിഷാണെങ്കിൽ നമുക്ക് ഒരുപാട് കാലം ഇതുപോലെ തുരുമ്പെടുക്കാതെ നല്ല രീതിയിൽ ചാനലുകൾ കാണാവുന്നതാണ്. 6 ഫീറ്റ് ഡിഷ് നമുക്ക് ചെയ്യുന്ന സമയത്ത് അതിൽ കറക്റ്റ് സിഗ്നലായിരിക്കും കിട്ടുക. 6 ഫീറ്റ് കിട്ടുന്ന ഡിഷിൽ സിഗ്നൽ വേരിയേഷൻ വരുമ്പോൾ പിക്ചർ സ്റ്റില്ലാവാൻ സാധ്യതയുണ്ട്. ഈ ഇൻ്റൽസാറ്റ് 66 നമുക്ക് മിനിമം 8 അടിയുടെ ഡിഷെങ്കിലും നമുക്ക് കയ്യിൽ വേണം. എങ്കിൽ നമുക്ക് ഇതുപോലെ നല്ല രീതിയിലുള്ള സിഗ്നൽ ക്യാച്ച് ചെയ്യാം. ഇനി നമുക്ക് ഇതിൽ കിട്ടിയ ചാനലുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് ഒന്ന് ഓടിച്ചു നോക്കാം. ഏഷ്യാനെറ്റ് മിഡിൽ ഈസ്റ്റ്, മഴവിൽ മനോരമ ഗൾഫ് ചാനലാണ്. അതുപോലെ അമൃത, കൈരളി TV, കൈരളി അറേബ്യ, കൈരളി V, കപ്പ TV, ഏഷ്യാനെറ്റ് ന്യൂസ്, ന്യൂസ് 24, മാതൃഭൂമി ന്യൂസ്, ന്യൂസ് മലയാളം, കൈരളി ന്യൂസ്, മീഡിയ 1, റിപ്പോർട്ടർ TV, ജനം TV, ജയ്ഹിന്ദ് TV, ജീവൻ TV, കൗമുദി, സഫാരി, ദർശന, ഗുഡ്നസ് TV, ഷാലോം TV, പവർ വിഷൻ. ഇങ്ങനെ 23 മലയാളം ചാനലുകളാണ് C ബാൻഡിൽ നിന്ന് നമുക്ക് കിട്ടിയത്. ഇനി നമുക്ക് സോളിഡിൻ്റെ സെറ്റ് ഓഫ് ബോക്സിൽ കിട്ടുന്ന സിഗ്നൽ എന്ന് നോക്കാം. ഏഷ്യാനെറ്റിൻ്റെ സിഗ്നൽ 66%, കൈരളിയുടെ TPക്ക് 77%. ഈ സാറ്റലൈറ്റിലെ പവർഫുൾ TP ആണ് കൈരളിയുടെ TP, 77% കിട്ടുന്നുണ്ട്. അതുപോലെ ന്യൂസ് മലയാളം 72% കിട്ടുന്നുണ്ട്. ഞാനിവിടെ LNB ഫിറ്റ് ചെയ്തിട്ടുള്ളത് ഹോറിസോണ്ടൽ വെർട്ടിക്കലായും വെർട്ടിക്കൽ ഹോറിസോണ്ടലായിട്ടുമാണ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് 2 രീതിയിൽ ചെയ്യാം. ഇനി അടുത്ത ഫ്രീക്വൻസിയായ മീഡിയ 1 72% സിഗ്നൽ കിട്ടുന്നുണ്ട്. 93 ഡിഗ്രിയിലെ DD ഫ്രീ ഡിഷിൽ നിന്നുള്ള ചാനലുകളും ഇവിടെ ട്യൂൺ ചെയ്തിട്ടുണ്ട്. ഇവർക്ക് മൊത്തം 400-ലധികം ചാനലുകളാണ് ഈ വീട്ടിൽ കാണുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ കൂടി അമർത്തിയാൽ ഞാൻ ചെയ്യുന്ന ഓരോ വീഡിയോയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരുന്നതാണ്.